സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാ. സകല മനുഷ്യനും രക്ഷപ്പെടണം. ഈ ജാതിയും മതവും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച വിനകൃതിയാ. ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്നവരും വിശ്വസിക്കാത്തൊരു കാര്യം പറയാം. ഇതുപെടുത്തോണ്ട് വെറുതെ നടക്കുന്നുള്ള വിശ്വാസമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഒരു ധാരണ കൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ. അത് സഭയെ വന്നാലും ഉണ്ട്. ഇല്ലെന്ന് എന്നോട് പറയരുത്, സത്യം പറയണം. ഇല്ലേ? ഉണ്ട്. എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. രാഷ്ട്രീയം പറയുന്നിടത്തില്ലേ? ഉണ്ട്. എല്ലാ സഭകളിലും ഇല്ലേ? ഹൈന്ദവരുടെ ഇടയിലില്ലേ? ഉണ്ട്. ഏത് ഭാഗത്താ ഇല്ലാത്തത്? കാശും പത്രാസും പിടിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അവന് പ്രത്യേക പരിഗണന. അതെല്ലാ മേഖലകളിലും എല്ലായിടത്തും അങ്ങനെ. ഞാൻ ഇപ്പൊ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം മനുഷ്യൻ ഒപ്പിച്ച വിനകളാ. എന്നാൽ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. നിങ്ങള് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ ഇടപെടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്നവൻ വലിയ പുള്ളിയാ, മറ്റവൻ കൊച്ച, ഇവൻ ഇടത്തരമാ, ഇവന് ഇച്ചിരി അങ്ങനെ ഞാൻ ചിന്തിക്കുകയല്ല. നിങ്ങൾക്കും വിശ്വാസമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാനിപ്പോ പറയുന്നതുകൊണ്ട് തത്ത തലയാട്ടും പോലെ തലയാട്ടുക എന്ന് എനിക്കറിയാം. സകല എണ്ണവും ഒറ്റയൊരുത്തന്റെ സന്തതി. അതുകൊണ്ട് സഭയിൽ വരുന്നവനോട് പറയാ, ഞാൻ വലിയവനാ, അവൻ ചെറിയവനാ, ഞാൻ വലിയവളാ, ഇവള് ചെറിയ. അങ്ങനെ ചിന്തിക്കരുത്. അത് ചിന്തിച്ചാൽ പാപമാ. ചിന്തിച്ചാൽ തന്നെ പാപമാ. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത് മുഖപക്ഷം കാണിക്കരുത്. കാണിച്ചാലോ അത് പാപമാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. ഒരു വാക്യം ഒന്ന് വായിച്ചേര്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വിശ്വാസമൊന്നും വരുന്നില്ല. 17:24 അല്ലേ? അല്ലയോ? അപ്പോസ്തല പ്രവൃത്തി അതാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. 24 26 ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങൾ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും 26 ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. മതി. ഇതാ അതിന്റെ അടിസ്ഥാന വാക്യം. ഈ ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതി പരമ്പരയാണ്. വിശ്വസിക്കുന്നില്ല, എനിക്കറിയാം. മുമ്പ് ചില കാര്യം പറഞ്ഞ ഗ്ലോറി, വിക്ടറി എന്നൊക്കെ പറഞ്ഞവർ എന്തിയേ? ഇതിനും പറ. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾക്കാർ സഭയെ വന്ന് വേർകൃത്യം കാണിക്കരുത്. ഞാൻ സുറിയാനിയാ, ഞാൻ സിറിയനാ, ഞാൻ റോമനാ, മറ്റവൻ രോമനാ. ഞാൻ എന്തുവാ, തോമസ് വന്നപ്പോ ഞങ്ങളുടെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നു. തോമസിനെ ഞാൻ സഭയിലെ മെയിൻ ആളാ. കല്യാണം നടത്തുമ്പോൾ ഇതൊക്കെ ചിന്തിക്കണേ. എന്നാ ഗ്ലോറി ഒന്നും പറയാത്ത? സഭയ്ക്കകത്തെ വേർകൃത്യം ഒന്നും പാടില്ല. തരംതിരിക്കരുത്. സഭയ്ക്ക് വെളിയിലും പാടില്ല. ഞാൻ ഇത് വേറെ പുസ്തകത്തിൽ നിന്നായി പറയുന്നേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് ഇപ്പൊ വിനയായല്ലോ എന്ന്. ഉള്ള കാര്യമുള്ള ഈ ന്യായവിസ്താരത്തിൽ മുഖമൊന്നും നോക്കരുത്. ചെറിയവന്റെ കാര്യമോ വലിയവന്റെ കാര്യമോ ഒരുപോലെ നടത്തി. പൂച്ച പാല് കുടിക്കും പോലെ പാല് കുടിക്കരുത്. കണ്ണടച്ച പൂച്ച ഓർക്കുന്ന ആരും കാണുകയല്ലെന്ന. ഉള്ളതുപോലെ പറയണം. ഞാൻ വലിയ പുള്ളിയാ, അവൻ ചെറിയ, അവൻ കൊള്ളുകയല്ല, ഞങ്ങൾ ഇച്ചിരി ഗ്രേഡ് കൂടിയല്ല. അങ്ങനെ ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ അത് പാപമാണ്. സകല മനുഷ്യരും, ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഈ പുസ്തകം എടുത്തോണ്ട് ഓടുകയോ ഞായറാഴ്ച കാലബന്ധമായ പോലെ പായുക. ഇതിനകത്തെ പ്രമാണം ഇതാ. അമ്മാമ എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിച്ച 26 വാക്യം കേക്കട്ടെ, ചൊവ്വനെ കേക്കട്ടെ. മൈക്ക് അങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചു പോയി ചാക്കി എല്ലാവരും കേക്കട്ടെ. ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ
അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, വർഗീയത പാടില്ല, മതസ്പർദ്ധ പാടില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞു ജാതി ചോദിക്കരുത് എന്നാ പറഞ്ഞു, ചോദിക്കരുതെന്നാ. ഒരിക്കല് യാത്ര ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ച ഈ പ്രകൃതിയും രീതിയും കണ്ടപ്പോ പിടികിട്ടുന്നില്ല. അപ്പൊ ചോദിച്ചു വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഏത് ജാതിയാണ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചെന്നെ കണ്ടിട്ട് എന്തോ തോന്നുന്നു. അപ്പോൾ ആ ചോദിച്ച പുള്ളി പറഞ്ഞു കണ്ടിട്ട് പിടികിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞ കേട്ടാലും പിടികിട്ടുകയല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് പിടികിട്ടുകയല്ല, പിന്നെ കേട്ടാൽ എങ്ങനെ? നേരിട്ട് കാണുക. ഇത് പാടില്ല. ദൈവത്തിന് മറുഭാഷ പറയുന്നത് നിന്നോടും കൂടായി പറയുന്നേ. കൺവെൻഷനെ നല്ല തകർപ്പം പ്രസംഗിക്കുന്ന നിന്നോടും കൂടായി പറയുന്നേ. കാത്തിരിപ്പ് യോഗം നടത്തി എല്ലാവരുടെ തലേ കൈ വെച്ച് ചിരട്ടപ്പുട്ട് പണ്ട് കൊച്ചുങ്ങൾ കളിക്കും പോലെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, കണ്ടിട്ടില്ല. മണ്ണിനകത്ത് ചിരട്ടയ്ക്കകത്ത് മണ്ണ് നിറച്ച് കമത്ത് കിട്ടേച്ച് പെടപ്പെടാൻ അടിക്കില്ല. ഇതിന് കൊച്ചുങ്ങൾ കളിക്കണ്ട. ഇതുപോലെ അഭിഷേകം കൊടുക്കുന്ന ആൾ നിന്നോടും കൂടായി പറയുന്നേ. സഭയുടെ നേതാവിനോടും കൂടായി പറയുന്നേ. സെക്രട്ടറിയോടും കൂടായി പറയുന്നേ. മറുഭാഷ പറയുന്ന നിന്നോടും പ്രസംഗിക്കുന്ന എന്നോടും കൂടാ. ഇത് പാടില്ല. മനുഷ്യനായി ജാതിയും വർഗവും വർണ്ണവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മള് എഴുത്തച്ഛനൊരു പ്രയോഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അധ്യാത്മരാമായണത്തിൽ. ബ്രാഹ്മണോകം നരേന്ദ്രോകം ആഢ്യോഗം എന്നിങ്ങനങ്ങാമ്രേടിതം കലർന്നിടുന്ന ജാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാറ്റിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നല്ല ദേഹം. ഞാൻ ബ്രാഹ്മണനാ, മറ്റവൻ ക്ഷത്രിയൻ, ഇവൻ വൈശ്യൻ, ഇവൻ ശൂദ്രൻ, അങ്ങനെയൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുക. മുഖത്തിൽ നിന്ന് കുറെ പേര് വന്നെന്നോ, ഇവിടുന്ന് ഏതാണ്ട് വന്നെന്നോ, കാലിന്റെ ഭാഗത്ത് നിന്ന് വന്നെന്നോ, പിന്നെ ബാക്കി വന്നതൊക്കെ എവിടുന്നാന്ന് പുള്ളിക്കും അറിയാൻ മേല. എങ്ങാണ്ടിന്നല്ല. എടാ പൊട്ടങ്കടാപ്പാ, ഇത് അവിടുന്ന് ഇവിടുന്നും വന്നതല്ല. സർവജ്ഞനായ ദൈവം 5 ദിവസം കൊണ്ട് ഭൂചര ഗേചര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ച് അനന്തരം തന്റെ തൃക്കൈ കൊണ്ട് അവൻ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് ദൈവം സൃഷ്ടിച്ചതാ, മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നതാ. അതിനൊക്കെ തെളിവുകൾ ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പൊ പറയാൻ ഇവിടെ സമയവുമില്ല. തന്നെ അതല്ലല്ലോ മെയിൻ വിഷയം. അതൊക്കെ അറിയണമെങ്കിൽ സമയം കിട്ടുക. സഭയിലോട്ട് വായില്ലേ, ഞങ്ങളുമായിട്ട് അല്പനേരം സംസാരിക്ക്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ആ കാര്യമെല്ലാം തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നുമില്ല, അടിയുണ്ടാക്കാനില്ല. ഇത് മനസ്സിലാകാനാണെങ്കിൽ വന്നാൽ ശാന്തമായിട്ട് പറഞ്ഞു തരാം. ഉടക്കാനും തർക്കിക്കാനും ബഹളം ഉണ്ടാക്കാനാണ് എൻ്റെ അടുക്ക വരരുത്. ഇത് അറിയാനുള്ള ത്വരയുണ്ടെങ്കിൽ, അറിയാനുള്ള തൃഷ്ണയാണെങ്കിൽ വന്നാൽ അതിനും പുസ്തകത്തിൽ വാക്യമുണ്ട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കണ്ടെന്ന്. വായിച്ചു. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15. എല്ലാത്തിനും വാക്യമുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. എങ്ങനെയാ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാ വരേണ്ടത്, രണ്ടിനും വാക്യമുണ്ട്. വായിക്കുക യുവദാസി. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും, ആര് വന്നാലും ഏത് വ്യക്തിയോടും ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. അപ്പൊ ഇങ്ങനെ പ്രതിവാദം പറയുന്നത്. അപ്പൊ ന്യായമായ കാര്യം അറിയാൻ താല്പര്യത്തോടെ വരുന്നുണ്ടെങ്കിൽ വളരെ സൗമ്യമായി ഭക്തിയോടെ ഭയഭക്തിയോടെ അതിന് മറുപടി വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ തരും. അപ്പൊ അതുകൊണ്ട് മനുഷ്യനായി കൊന്ത്രാക്കളിയെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെ. സകല മനുഷ്യനും സകല ആൾക്കാരും ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് സഭയിലാന്തേലും കൊള്ളാം, വെളിയിലാന്തേലും കൊള്ളാം, ഈ രാജ്യത്താന്തേലും കൊള്ളാം, അലോക്യം ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാവർക്കും അവന്റെ വ്യക്തിത്വമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഭിക്ഷയെടുക്കുന്ന ഒരു മനുഷ്യൻ വന്നാലും അവനും വ്യക്തിത്വമുള്ളവനാണ്. അവന്റെ സാഹചര്യങ്ങൾക്കായിരിക്കാം ഭിക്ഷ ചോദിക്കുന്നത്. ഏതായാലും കുംഭകോണം കാണിക്കുന്ന മന്ത്രിമാരെക്കാളും നല്ലതാ ഭിക്ഷ എടുക്കുന്നവൻ. അന്തസ്സില്ലേ? അവൻ വന്ന് ചോദിച്ചാ സാറേ, അല്ലെങ്കിൽ അമ്മ, അല്ലേ 5 രൂപ 10 രൂപ ചോദിക്കാം. മറ്റവൻ ചോദിച്ചാ ചാന്നോ അടിച്ചു മാറ്റിയത് എത്ര എന്നിട്ട് പിന്നെ കേറി വരിക എന്ന് ഒന്ന് പിടി കിട്ടുന്നില്ലല്ലോ. അടിച്ചു മാറ്റുകയല്ലേ, ഓരോന്നിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം ഉണ്ടാക്കുന്നത് ഇല്ലയോ. ഈ അടുത്ത കാലത്ത്
ചെറിയ റോഡെല്ലാം നന്നായിട്ട് കിടക്കുന്നതാ, എല്ലാം കുത്തിക്കളിച്ച് ഇട്ടിരിക്കുക. എന്നാൽ അത് നിങ്ങളൊന്നും യാത്ര ചെയ്യുന്നവരല്ലയോ? ചെറിയ റോഡുകളൊക്കെ വെള്ളം തരുന്നെന്ന് പറഞ്ഞ ആരുടെ വെള്ളം? തേങ്ങാ വെള്ളമായിരിക്കും. ഒന്നും ഇവിടെ ഒന്നും അല്ലേ, കേരളത്തിലല്ലേ, എത്രയോ സ്ഥലങ്ങളില്. ആട്ടെ, നമ്മുടെ വിഷയമല്ലതെന്ന് ഞാനങ്ങ് വിടുക. അപ്പോൾ അതിലൊക്കെ ഏറ്റവും നല്ലത് ആ ഭിക്ഷ എടുക്കുന്നവൻ. ഏത് ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട്, ഇല്ലയോ? ഇപ്പൊ ചിലരെ പറ്റി നമ്മുടെ ഇടയിലും ചില സഹോദരിമാര് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഓ, പുള്ളിക്കാരിക്ക് എന്നാ ജോലി? ഓ, അടുക്കള പണിയാ. നല്ല പണിയല്ലേ? ഒരു ജോലിയും ചെയ്യാതെ കസാര രാവിലെ ചുമ്മാ ഇരിക്കുന്ന നിന്നേക്കാലം നല്ലതല്ലേ? പറ. ഒരു ജോലിയും ചെയ്ത് ചുമ്മാ ഇങ്ങനെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിലും നല്ലത് അടുക്കള പണി. ഏത് ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട്. എല്ലാ ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവനെ ചെറുതായി കാണരുത്, എല്ലാവരെയും ആമേ ബഹുമാനിക്കണം. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ജാതി ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുത്. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെ പേരിൽ അലോക്യമുണ്ടാക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേ സകല മാനവജാതിയും ഒരു വ്യക്തിയിൽ നിന്ന് ആമേ ജന്മം കൊണ്ടവരാം. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ രക്ഷ. ആ രക്ഷ ആമൻ കരസ്ഥമാക്കണമെങ്കിൽ 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഞാനൊരു പാപിയാ, ആമ എന്റെ പാപത്തെ മോചിച്ച് ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കുന്ന നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയമാണ്. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. പരിശുദ്ധ പരന്താൻ, വല്ലഭ പരന്താൻ, പരിശുദ്ധ പരന്താൻ, മകത്വ പരന്താൻ, മനമേ മകത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. ഇന്ന് രാത്രി അവനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു. മുൻപോട്ട് വേഗത്തിൽ പോകാൻ പുസ്തകത്തിലെ ഈ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു.